ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസിനുള്ള ബന്ധത്തിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രിയങ്ക ഗാന്ധി വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഐക്യപ്പെട്ട പശ്ചാത്തലത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിനോടുള്ള സമീപനം എന്ന കാര്യം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് കൂടിയായ MP ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാണുന്നത് എന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് പറയണം. അതേസമയം നിലമ്പൂരിൽ പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രമുഖ നേതാക്കൾ എത്തുന്നു. നാളെ പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂരിൽ എത്തും. നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിനെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും നെഞ്ചേറ്റിയിരിക്കുകയാണ് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. നാനാ തുറകളിൽപ്പെട്ട സാഹിത്യകാരന്മാരും എഴുത്തുകാരുമെല്ലാം സ്വരാജിൻ്റെ വിജയത്തിനു വേണ്ടി വളരെ ശക്തിയായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിദാനന്ദനെ പോലെയുള്ള ഏറ്റവും പ്രമുഖരായ എഴുത്തുകാർ എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ M സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നു എന്നും അതിനെ തുടർന്ന് നിരവധി സാഹിത്യകാരന്മാർ കലാകാരന്മാർ ആ കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുകയുണ്ടായി. ഇവിടെ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് സാഹിത്യകാരന്മാരും കലാകാരന്മാരും സ്വരാജിനെ നെഞ്ചേറ്റുന്ന നിലയാണ് സ്വീകരിച്ചത്. തന്നെ പിന്തുണയ്ക്കുന്ന സാഹിത്യകാരന്മാരെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്നും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അത് അവസാനിപ്പിക്കണമെന്നും M സ്വരാജ് പറഞ്ഞു. സാംസ്കാരിക പ്രവർത്തകരായാൽ എഴുത്തുകാരായാൽ അവർക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പാടില്ല എന്നാരാണ് പറഞ്ഞത്? ലോകത്തിലെ എല്ലാ കൃതികളും അതത് കാലഘട്ടത്തോട് സംവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാമൂഹ്യ മാറ്റത്തിൽ കലാസാഹിത്യ സൃഷ്ടികൾക്കുള്ള പങ്ക് എത്ര വളരെ വലുതാണ്. ഓരോരുത്തർക്കും അവരവരുടെ അവകാശമുണ്ട്. അതിന് നിലമ്പൂർ ഐഷയെ പോലുള്ള ഒരാളെ അധിക്ഷേപിച്ച് തെറി വിളിച്ച് അശ്ലീലം പറഞ്ഞു പറയുന്നത് ഏത് മാനസികാവസ്ഥയിലെത്തി എന്നതിൻ്റെ ഒരു തെളിവാണ്. ഇത്തരം ആളുകളാണ് ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പുകളെയൊക്കെ മലീമസമാക്കുന്നത്. LDFന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അധിക്ഷേപിക്കാനും അശ്ലീലം പറയാനുമുള്ള നീക്കം നീചമാണ്, ഹീനമാണ്. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാർ ഇത് വിലക്കണം. അവർ പറയണം, ഇങ്ങനെ പറഞ്ഞുകൂടാ, അത് തെറ്റാണ് എന്ന് പറയണം. നിലമ്പൂരിൽ നിന്ന് ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, നിലമ്പൂരിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുകയാണ്, അതിനൊപ്പം സാഹിത്യ പോരും കൊഴുക്കുന്നു. ഇരുപക്ഷവും ഏത് തരത്തിലുള്ള പ്രത്യാരോപണങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്? ഏതൊക്കെ വിഷയമാണ് ഈ ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ ഏതൊക്കെ വിഷയങ്ങൾ അവിടെ സജീവമായി ഉയരുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? ലക്ഷ്മി, പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് നിലമ്പൂരിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. ഒന്ന്, UDFന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. മറ്റൊന്ന്, നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച സാഹിത്യകാരന്മാർ കൂടുതൽ ആളുകളും M സ്വരാജിനെ പിന്തുണച്ചതാണ്. ഈ രണ്ട് വിഷയങ്ങളും വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണ്. അതിനെ വലിയ രീതിയിലാണ് LDF അത് ആയുധമാക്കുന്നത്. പ്രത്യേകിച്ച് അവരൊരു വർഗീയ സംഘടനയാണ്, മതരാഷ്ട്രവാദികളാണ്. അവരുടെ പിന്തുണ ഏത് തരത്തിലാണ് UDF സ്വീകരിക്കുന്നത്? UDF വർഗീയ ഒരു സന്ധി ചെയ്യുകയാണ്. അതിന് കൃത്യമായ ദേശീയ നേതാക്കൾ മറുപടി പറയണമെന്നാണ് അല്പസമയം മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിൽ ലീഗിലും എതിരഭിപ്രായം ചില കോണുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം BD സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ വെൽഫെയർ പാർട്ടി പിന്തുണയെ സ്വാഗതം ചെയ്തിരുന്നു. വിളിച്ചത് പറഞ്ഞ ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദികളല്ല, അവർക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് BD സതീശൻ പറഞ്ഞത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. വെൽഫെയർ പാർട്ടി അവർ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി, അവർ മതരാഷ്ട്രവാദികളാണെങ്കിൽ നേരത്തെ അവരുടെ നിലപാട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടില്ല, അത്തരം മത്സരിക്കാൻ പാടില്ല തുടങ്ങിയതൊക്കെയായിരുന്നു. പക്ഷേ വെൽഫെയർ പാർട്ടി പോലൊരു സംഘടന രൂപീകരിച്ച് അവർ അതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അത്തരത്തിൽ ആ മതരാഷ്ട്രവാദം മാറിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം പറയുന്നത്. പക്ഷേ അതിനെ നഖശികാന്തം എതിർക്കുകയാണ് LDF ചെയ്യുന്നത്. പക്ഷേ അതിനെയും UDF പ്രതിരോധിക്കുന്നുണ്ട്. 2019 മുമ്പ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFനായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ K ഷഫീഖ്, അവരുടെ നേതാവ് കഴിഞ്ഞ ദിവസം
ദിവസം പറഞ്ഞ ഒരു കാര്യം, ആലപ്പുഴയിൽ വെച്ച്, തിരുവനന്തപുരത്ത് AK സെന്ററിൽ വെച്ച്, അങ്ങനെ പല ഘട്ടങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് കെ ഷഫീഖ് പറഞ്ഞിരുന്നു. അത്തരത്തിൽ അവരുടെ പ്രതികരണം കൂടി വന്നു. അങ്ങനെ ആ ബന്ധം ചൂണ്ടിക്കാണിച്ചാണ് ഇതിനെ എതിർക്കുകയും ചെയ്യുന്നത്. എന്തായാലും VD സതീശനെ വലിയ രീതിയിലാണ് LDF ആക്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ മതരാഷ്ട്രവാദികളല്ല എന്നൊരു പരാമർശത്തിനെ വലിയ രീതിയിൽ ആക്രമിക്കുന്നുണ്ട്. മറ്റൊന്ന് തീർച്ചയായും നിലമ്പൂരിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുന്നു, ഒപ്പം സാഹിത്യ പോരും കൊഴുക്കുകയാണ്. അവിടെ ഓരോ ദിവസവും M സ്വരാജിനെ പിന്തുണച്ച സാഹിത്യകാരന്മാർ എത്തുന്നു, അതിനെ എതിർത്ത് മറ്റൊരു വിഭാഗം എത്തുന്നു. അങ്ങനെ വലിയ തോതിൽ സാഹിത്യ പോരും കൊഴുക്കുകയാണ് നിലമ്പൂരിൽ. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.